രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ബിജെപി ഭീഷണിയിൽ മറുപടിയുമായി ഷാഫി പറമ്പിൽ. ആർഎസ്എസിന്റെയും ബിജെപിയുടെയും തിട്ടൂരം വാങ്ങിയിട്ടല്ല അയാൾ പാലക്കാട് കാലുകുത്തിയതും പാലക്കാട്ടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതും അവരുടെ ശബ്ദമാവാൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതും. അതുകൊണ്ട് ബിജെപിയിലെ ചില കൊലവിളിക്കാരെ ഭയന്ന് അയാളും പാലക്കാട്ടെ പാർട്ടിയും മിണ്ടാതിരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ നിങ്ങൾക്കത് തെറ്റി. സംഘപരിവാറിന്റെ വിഭാഗീയ അജണ്ടകൾക്കെതിരെ പാലക്കാടിന്റെ മണ്ണിൽ കാലുറപ്പിച്ചു തന്നെ അയാൾ ഉണ്ടാവുമെന്നും ജനങ്ങൾക്കിടയിൽ ഒരാളായി അവരുടെ നാവായി അവൻ പ്രവർത്തിക്കുമെന്നും ഷാഫി പറമ്പിൽ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. അനിവാര്യമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന പാലക്കാട്ടെ പാർട്ടിക്കും എംഎൽഎക്കും യുഡിഎഫ് കൗൺസിലർമാർക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനും സഹപ്രവർത്തകർക്കും സമരാഭിവാദ്യങ്ങൾ നേരുന്നതായും കുറിപ്പിലുണ്ട്. ബിജെപിയുടെ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനോ ജില്ലാ ഓഫീസുകളിൽ ഒന്നിനോ കെ.ബി. ഹെഗ്ഗേവാറിന്റെ പേരിടാത്ത ബിജെപി അവരുടെ ഉടമസ്ഥതയിലല്ലാത്ത ഒരു പൊതുസ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ആർഎസ്എസ് നേതാവിന്റെ പേരിടാൻ ശ്രമിക്കുമ്പോൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നും ഷാഫി കുറിച്ചു. കാൽ വെട്ടിക്കളയുമെന്നാണ് ഭീഷണിയെങ്കിൽ കാൽ ഉള്ളിടത്തോളം കാൽ കുത്തിക്കൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതിരോധിക്കും. കാൽ വെട്ടിക്കളഞ്ഞാലും ഉള്ള ഉടൽ വെച്ച് ആർഎസ്എസിനെതിരെ സംസാരിക്കുമെന്നും വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചിരുന്നു. ഈ സംസാരം നിർത്തണമെങ്കിൽ നാവറുക്കേണ്ടി വരും. പിന്നെയും ആർഎസ്എസിനെതിരെ തന്നെ പ്രവർത്തിക്കുമെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിരട്ടലുകളൊന്നും വേണ്ടെന്നുമായിരുന്നു എംഎൽഎയുടെ പ്രതികരണം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുക്കുന്നത് ആർഎസ്എസ് അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കാലത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാം. ട്രെയിനിൽ കയറാനും വന്നിറങ്ങാനും കാലുകുത്തി നിൽക്കാനും അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർഎസ്എസ് നേതാവിന്റെ പേര് നൽകിയ വിഷയത്തെ നിയമപരമായി, ജനാധിപത്യപരമായി, രാഷ്ട്രീയപരമായി തന്നെ നേരിടും. ഒരു ജനപ്രതിനിധിയുടെ കാൽ വെട്ടുമെന്ന ബിജെപി നേതാവിന്റെ ഭീഷണി പ്രസംഗത്തിൽ പോലീസ് കേസെടുക്കുമോ എന്നും രാഹുൽ ചോദിച്ചിരുന്നു. എത്ര ഭീഷണിപ്പെടുത്തിയാലും ആർഎസ്എസിനോടുള്ള എതിർപ്പ് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആർഎസ്എസ് നേതാക്കളെ അവഹേളിച്ചാൽ എംഎൽഎയെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു ബിജെപിയുടെ ഭീഷണി. പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ആർഎസ്എസ് നേതാവിന്റെ പേരിട്ടതിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സ്ഥലത്തെത്തി തറക്കല്ലിടൽ ചടങ്ങ് തടഞ്ഞു പ്രതിഷേധിച്ചു. തറക്കല്ലിടുന്നതിനായി എടുത്ത കുഴിയിൽ ഇറങ്ങി നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്.